ഫ്രണ്ട്സ് എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെയും കൈതക്കൽ മാളിക വീട്ടിലെയും ആളുകളെ ഇപ്പം അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും ആ ഒരു വിഷമമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഗംഗാധരൻ വീണ്ടും നാട്ടിലെത്താണ്. ഇവർ വിചാരിച്ചിട്ടൊന്നും ഹരിയെയും രോഹിത്തിനെയും പുറത്തിറക്കാനോ ജാമ്യത്തിലെടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ആരെയൊക്കെ പിടിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. രാഷ്ട്രീയക്കാരെയോ ഉന്നത പോലീസ് ഓഫീസർമാരെയോ ഒക്കെ കണ്ടിട്ടും കേസിന്റെ ഗതിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം രാജീവൻ ഗംഗാധരന്റെ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗംഗാധരൻ തിരിച്ച് നാട്ടിലെത്തുന്നത് കേട്ടോ. നാട്ടിലെത്തി കൈതക്കൽ വീട്ടിലെത്തി ഇരുവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ നിന്ന് തന്നെ ഗംഗാധരന് മനസ്സിലാവുന്നുണ്ട് മക്കൾ നിരപരാധികളല്ല. അവർ ചെയ്ത തെറ്റിന് തന്നെയാണ് അവരിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അല്ലാതെ അവരാരും കുടുക്കിയതൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം എന്നൊരു മൈൻഡ് തന്നെയായിരുന്നു ഗംഗാധരന് ഉണ്ടായിരുന്നത്. പക്ഷേ രാജീവന്റെയും ശിവേട്ടന്റെയും കമലയുടെയും ഒക്കെ കാല് പിടിക്കലും കരഞ്ഞു വിഷമം പറയലൊക്കെ ആയപ്പോൾ തൻ്റെ വീട്ടിലെ മക്കളാണ്, തൻ്റെയും മക്കളെ പോലെ തന്നെയാണ് അവരും എന്ന് മനസ്സിലാക്കിയ ഗംഗാധരൻ എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഹോൾഡൊക്കെ ഉപയോഗിച്ച്, തൻ്റെ പിടിപാടുകളൊക്കെ ഉപയോഗിച്ച് പോലീസ് ഓഫീസേഴ്സിനെ കാണാനും അവരോട് സംസാരിക്കാനൊക്കെ ഇവരുടെ കൂടെ പിന്നീട് ഗംഗാധരനും നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഇടപെടാതെ നടക്കുന്ന ആള് മനു ആണ് കേട്ടോ. മനു അപ്പോഴും വല്യച്ഛനോട് പറയുന്നുണ്ട്, വല്യച്ഛ നമ്മൾ ഇതിലൊന്നും ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല. ഹരി അത് അനുഭവിച്ചേ മതിയാവൂ. കാരണം പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പം സ്വന്തം കാമുകിനെ കൂട്ടുകാർക്ക് പോലും കാഴ്ചവെച്ചവനാണ് അവൻ. അവൻ അതൊക്കെ അനുഭവിക്കണം വല്യച്ഛ. അല്ലാതെ അവനെ രക്ഷിക്കാൻ നടന്നിട്ട് കാര്യമില്ല. ഇത് അമ്മ പറയുന്ന പോലെ അവനൊരു തെറ്റ് സംഭവിച്ചതൊന്നുമല്ല. അവൻ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതല്ലേ. അപ്പൊ അവരനുഭവിക്കണം. കുറച്ചൊക്കെ തല്ല് കൊള്ളണം. തല്ല് കൊണ്ടാലേ അത് ശരിയാവുള്ളൂ. വീട്ടിൽ നിന്ന് കിട്ടാത്തത് പോലീസുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കിട്ടണം. എന്നാലേ നന്നാവൂ. നമ്മുടെ കുടുംബത്തിന്റെ പേര് ചീത്താവെന്ന് വിചാരിച്ചിട്ട് അവന്മാരൊന്നും രക്ഷിക്കാൻ പോകരുത്. അലീനോട് അവര് ചെയ്തത് എന്താ? അന്ന് അവൾ അത് ക്ഷമിച്ചു. എന്നിട്ട് ഇവരത് തന്നെയല്ലേ ആവർത്തിച്ചത്. ആ കുട്ടിയുടെ വീട്ടുകാരത് ക്ഷമിക്കോ? അലീന അത് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്റെ സഹോദരന്മാരാണെന്ന് വിചാരിച്ചിട്ടാണ്. ആ കുട്ടി എന്ത് വിചാരിച്ചത് ക്ഷമിക്കണം? ആ കുട്ടി അനുഭവിച്ചതിനൊന്നും കണക്കില്ല വെല്ലിച്ച. അതൊന്നും അച്ഛനും കൊച്ചച്ഛനും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മയ്ക്ക് തീരെ മനസ്സിലാവില്ല. വെല്ലിച്ചനെങ്കിലും അത് മനസ്സിലാവണം. അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട്, എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് മനു. തെറ്റ് ചെയ്തവര് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവര് ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ പേര് എത്ര കാലം ഞങ്ങൾ കാത്തു സൂക്ഷിച്ച ആ പേര് അത് ദുഷിച്ചു പോയില്ലേ? അത് നശിച്ചു പോവാണ്. പിന്നെ കിട്ടുന്ന തല്ലെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ലാണ്ട് ശിക്ഷ കുറയ്ക്കാനോ ജാമ്യത്തിൽ എടുക്കാനോ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനാ പെൺകുട്ടി തന്നെ വിചാരിക്കണം. അവൾ കേസ് പിൻവലിക്കുക, അവൾ മൊഴി മാറ്റി പറയുക ചെയ്താൽ മാത്രമേ ഇവന്മാർക്ക് രക്ഷയുള്ളൂ. അവർക്ക് കിട്ടുന്നതിൽ പങ്ക് കുറച്ച് കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും മക്കളല്ലാതെ ആവില്ലല്ലോ. മനു പറയുന്നുണ്ട്, വെല്ലിച്ചനും അവരുടെ കൂടി പോവുകയാണെന്ന് വെച്ചാൽ പൊയ്ക്കോളൂ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് മനു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെടുമ്പുരയ്ക്കൽ പോയി ബാലചന്ദ്രനെ കാണുന്നുണ്ട്. ബാലചന്ദ്രന്റെ അഭിപ്രായത്തിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. തന്റെ മകനായതുകൊണ്ട് രക്ഷിക്കണമെന്നുണ്ട്. അല്ലാണ്ട് അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയൊന്നുമല്ല. മകനായി പോയില്ലേ, രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു മനോഭാവമാണ് ബാലചന്ദ്രനുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് ഗംഗാധരൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. വന്നതിന് കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് വൈജയന്തിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈജയന്തിനെ കാണുമ്പോൾ തന്നെ വൈജയന്തി ആകെ പൊട്ടിക്കരയുന്നുണ്ട് ഗംഗാധരനെ കാണുമ്പോൾ തന്നെ. ഗംഗേട്ടാ, എനിക്ക് ആരുമില്ല, എൻ്റെ മകനെ രക്ഷിക്കാനോ എന്നെ രക്ഷിക്കാനോ ആരുമില്ല എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ആരില്ലാന്ന്? നിനക്ക് ഭർത്താവും മക്കളും 3 ഏട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ടെന്താ നിനക്ക് ആരുമില്ല എന്ന് നീ പറയുന്നത്? ആരുണ്ടായിട്ട് എന്താ കാര്യം? രാജീവനും ശിവേട്ടനൊക്കെ വന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയാ. ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാൻ കാരണമാണ് എൻ്റെ മകന് ഈ അവസ്ഥ വന്നതെന്ന്. ഞാൻ കാരണമാണോ? ആ വീട്ടിൽ ആ വലിഞ്ഞേറി വന്നവൾ എന്ന് വന്നു, ഇന്ന് അവളെ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അന്ന് എൻ്റെ കുടുംബം നശിച്ചു. ഇപ്പൊ എൻ്റെ മക്കളും നശിച്ചു. ഞാൻ ഈ കിടക്കണ കിടപ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി പൊട്ടിക്കരയാൻ തുടങ്ങിട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിന്റെ ദുഷിച്ച മനസ്സിന് ഇപ്പോഴും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലല്ലേ വൈജേ. നീ അല്പെങ്കിലും മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴും നീ നിന്റെ മക്കൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയൊന്നല്ല. ഇപ്പോഴും കുറ്റം മുഴുവൻ ആ പാവം പെൺകുട്ടി അലീനയ്ക്കാണല്ലേ? അല്ലെങ്കിൽ പിന്നെ അവന്മാരുടെ കൂടെ പോയ ആ പെൺകുട്ടിക്കായിരിക്കുമല്ലേ? അപ്പോഴും നിന്റെ മക്കളൊന്നും
തെറ്റ് ചെയ്യില്ല അല്ലേ? തെറ്റ് ചെയ്തവരല്ല അല്ലേ? നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു വൈജി? നിനക്കും കമലയ്ക്കും മാത്രമേ ട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറ്റുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ അലീനയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നിങ്ങൾക്ക് എന്തൊരു ശുഷ്കാന്തിയാണ്. അത് ഇനിയും മാറിയിട്ടില്ലല്ലോ. അതൊക്കെ എന്നാ മാറുക? ഒന്നെങ്കിൽ നീ എണീക്കാൻ പോലും വയ്യാതെ നീ കിടപ്പ് കിടപ്പിനും ആ പാവം പെൺകുട്ടീനെ ഇങ്ങനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കേ കഴിയുള്ളൂ. അവൾ എന്ത് പിഴച്ചിട്ടാ? ഓ, ഗംഗേട്ടനും അവളുടെ സൈഡാണല്ലോ. അവൾ വന്നതിന് ശേഷമല്ലേ എന്റെ കുടുംബം ഇങ്ങനെയായത്? എനിക്ക് ഈ ഗതി വന്നത് അവൾ വന്നതിന് ശേഷമല്ലേ? നിനക്ക് എന്ത് ഗതി വന്നൂന്നാ? നീ ഈ കിടക്കുന്ന കിടപ്പ് നിന്റെ കയ്യിലിരിപ്പുകൊണ്ടല്ലേ? രാത്രി 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ നിന്നോട് ആരാ പറഞ്ഞത്? നീ നിന്റെ അഹങ്കാരത്തിന് ഇറങ്ങി വന്നതുകൊണ്ടല്ലേ നിന്റെ മകന് പോലും ഈ ഗതി വന്നത്? ശരിക്കും ഇതിനൊക്കെ കാരണക്കാരിയും ഉത്തരവാദിയും നീയാണ്, അല്ലാതെ അടിയനെയല്ല. നീ നിന്റെ വീട്ടിൽ നേരാവണ്ണം നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, നിന്റെ മക്കളെ നേരാവണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. നിന്റെ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഉത്തരവാദി, ഒരേ ഒരു ഉത്തരവാദി നീ മാത്രാണ്. അത് അലീനയല്ല. അവളെല്ലാം നേരെയാക്കാനും നന്നാക്കാനും ശ്രമിച്ചിട്ടുള്ളൂ. നീയൊക്കെ നശിപ്പിക്കാനും അതല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. നിനക്ക് നീ മാത്രമേ വലുതുള്ളൂ. നിന്റെ അഹങ്കാരവും അഹംഭാവവും മാത്രമേ നിനക്ക് വലുതായിട്ടുള്ളൂ. നിന്റെ മക്കളുടെ ഭാവിയൊന്നും നീ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നീ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ബാലചന്ദ്രനോട് വഴക്കിട്ട് നീ ഇറങ്ങി പോവില്ലായിരുന്നു. നിന്റെ വാശി നടക്കണമെന്ന് നീ വാശി പിടിക്കില്ലായിരുന്നു. അപ്പൊ ബാലചന്ദ്രൻ അലീനയെ കൂട്ടുപിടിച്ച് ചെയ്യുന്നതൊക്കെ നല്ലതാണോ? എവിടുന്നോ വന്നൊരു പെൺകുട്ടീനെ വീട്ടിൽ കൊണ്ടു താമസിപ്പിച്ചിട്ട് മക്കളെക്കാളും ഭാര്യയെക്കാളും വലുത് അവളാണെന്ന് പ്രഖ്യാപിക്കുന്നതൊക്കെ നല്ലതായിരുന്നു ഗംഗേട്ട? അല്ല, പക്ഷെ ബാലചന്ദ്രന്റെ മകളല്ലേ അവള്. അത് നീ എന്താ അംഗീകരിക്കാത്തത്? എവിടുന്ന് വന്ന മകള്? ബാലചന്ദ്രന് ഒരിക്കലും അങ്ങനെ ഒരു മകൾ ഉണ്ടാവില്ല. ഇതൊക്കെ ബാലചന്ദ്രൻ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഓരോ കഥകളാണ്. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. എന്നെ വഞ്ചിക്കല്ലേ അയാൾ ഇത്ര കാലം ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ നശിച്ച പെണ്ണ് എന്ന് കയറി വന്നു അന്ന് തന്നെ എന്റെ കുടുംബം നശിച്ചത്. അത് ഞാൻ ഇനിയും പറയും. എനിക്ക് അതിന് ഒരു കുറ്റബോധവും ഇല്ല എന്ന് പറയുമ്പോൾ നിനക്ക് ഉണ്ടാവില്ല വൈജി, നിനക്ക് ഉണ്ടാവില്ല. നിനക്ക് എന്തിനാ കുറ്റബോധം ഉള്ളത്? നീ ചെയ്യുന്നതൊക്കെ ശരിയായിരുന്നു. എന്നാ ഇനി കേട്ടോ, നിന്റെ മകളാണ് അലീന എങ്കിൽ നീ അവളെ സ്വീകരിക്കില്ലായിരുന്നോ? നിനക്ക് ആഗ്രയിൽ വെച്ച് ജനിച്ച ആ മകളാണ് അലീന എങ്കിൽ നീ സ്വീകരിക്കില്ലായിരുന്നോ? അവള് നിന്നെ അന്വേഷിച്ച് നെടുമ്പരിക്കൽ വീട്ടിലെത്തിയ നീ സ്വീകരിക്കില്ലായിരുന്നോ? അതേ ബാലചന്ദ്രനും ചെയ്തിട്ടുള്ളൂ എന്ന് ധരിച്ചൂടെ നിനക്ക്? നീ നിന്നോട് മറച്ചു വെച്ച ഒരു കാര്യം കൂടി ഞാൻ പറയാം. അന്ന് നിനക്ക് ജനിച്ച ആ പെൺകുഞ്ഞ് മരിച്ചിട്ടില്ല. അവളെ അച്ഛനും അമ്മാവനും ചേർന്ന് ഒരു ഓർഫനേജിലാക്കിയിട്ടുണ്ട്. അവള് ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടുവേലയ്ക്ക് നിൽക്കുന്നുണ്ടായിരിക്കും. അവിടെയുള്ള നിന്നെ പോലുള്ള സ്ത്രീയുടെ ആട്ടും തുപ്പും കേട്ടിട്ടായിരിക്കും ആ കുട്ടി അവിടെ വളരുന്നുണ്ടായിരിക്കുക. പിഴച്ചുപെറ്റ സന്തതി എന്നുള്ള ഒരു പേരും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും. തനിക്ക് അങ്ങനെ ഒരു മകളുണ്ട്, അല്ലെങ്കിൽ തൻ്റെ അങ്ങനെ ഒരു മകള് ജീവിച്ചിരിപ്പുണ്ട് ഏതോ ഒരു വീട്ടിൽ നിന്നുള്ള ഓർമ്മ നിനക്ക് ഉണ്ടായിരിക്കണം. അതുകൂടി ആലോചിച്ചിട്ട് വേണം ഇനി നീ അലീനയോട് പെരുമാറാൻ. പിഴച്ചു പറ്റതാന്ന് വിചാരിച്ച അലീന എന്ത് പിഴച്ചു? അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവളെ പിഴച്ച് പ്രസവിച്ചവരല്ലേ തെറ്റ് ചെയ്തത്, അല്ലാതെ ആ ജനിച്ച കുഞ്ഞല്ല തെറ്റ് ചെയ്തത്. ഇനിയെങ്കിലും അതൊക്കെ മനസ്സിലാക്കി വിവേകത്തോടെ പെരുമാറാൻ നോക്ക്. നിന്റെ 2 കാലും ഒടിഞ്ഞിട്ട് എണീക്കാൻ വയ്യാതെ നീ കിടക്കുന്നത്. നിന്റെ ഭർത്താവിന് അറ്റാക്ക് വന്ന് ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഒരു മകനുണ്ടോ? അത് പുറത്തു പോലും പറയാൻ പറ്റാത്ത കേസിൽ അകത്ത് പോയി കിടക്കുക. ഇനിയെങ്കിലും നേരാവാൻ നോക്ക്, നന്നായി ചിന്തിക്കാൻ നോക്ക്. 2 പെൺമക്കൾ ബാക്കിയുണ്ട്, അവര് നല്ല രീതിക്ക് വളർത്താൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ കുറ്റബോധം വിചാരിച്ചിരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ആരും ഉണ്ടായിരിക്കില്ല നിന്റെ കൂടെ. നിന്റെ ജീവിതം നീ മാത്രം ജീവിച്ച് തീർക്കേണ്ടി വരും. ഇനി ഈ അഹങ്കാരം അഹംഭാവം വെച്ച് ജീവിച്ച വൈജയൻ നിന്റെ ജീവിതം നിനക്ക് നഷ്ടാവും. നിന്റെ മക്കളും നിനക്ക് നഷ്ടായി എന്ന് വരാം. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഗംഗാധരൻ ആ റൂം വിട്ട് പോവുകയാണ് കേട്ടോ. ഗംഗാധരൻ പറഞ്ഞ ഓരോ വാക്കുകളും ആകെ വൈജയുടെ നെഞ്ച് തകർക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ മകള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വാർത്ത. അലീനയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും തൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞതും വൈജയന്തിക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. പിഴച്ചുപെറ്റ സന്തതി എന്ന പേര് കേട്ട് ഏതോ വീട്ടിൽ തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം എന്നുള്ള വാർത്ത അത് തനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിഴച്ചുപെറ്റതായിരിക്കുന്നെങ്കിൽ സ്വന്തം മകളാണ്. അപ്പൊ താൻ അലീനയെ പറഞ്ഞ കുത്തുവാക്കുകളൊക്കെ വൈജയന്തിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. അലീന ഏതോ ഒരു സ്ത്രീക്ക് ജനിച്ചതാണെങ്കിലും അലീനയെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം എവിടെയൊക്കെയോ വൈജയന്തിയുടെ മനസ്സിൽ മിന്നി മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇത് വരാൻ പോകുന്നൊരു എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്